കോടതിയിൽ സീനിയർ പ്ലീഡർമാരെ നിയോഗിക്കുന്നതിലുണ്ടാകുന്ന കാലവിളംബത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയുമായി വന്ന ഒരു അഭിഭാഷകന്റെ പരാതി തള്ളിക്കൊണ്ട് 2026 മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം ഇന്ത്യയിലെ യുവാക്കളുടെ ആത്മാഭിമാനത്തെ ഉണർത്തി എന്നതിന്റെ അടയാളമാണ് ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തെ വിറപ്പിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാറ്റ പാർട്ടി. ആ കേസ് കേൾക്കാൻ പോലും സുപ്രീം കോടതി വിസമ്മതിച്ചു. കേസ് തള്ളിക്കൊണ്ട് തൊഴിൽ രഹിതരായ ചില യുവാക്കൾ സമൂഹ മാധ്യമ വിവരാവകാശ പ്രവർത്തകരായി പാറ്റകളെപ്പോലെ ഇത്തിക്കണ്ണികൾ പോലെ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ സാന്ദർഭിക പരാമർശം. പാറ്റകളെപ്പോലെ കുറെ യുവാക്കളുണ്ട്, അവർക്ക് ഒരു ജോലിയും കിട്ടില്ല, ഒരു തൊഴിലിലും സ്ഥാനമില്ല. ചിലർ മാധ്യമ പ്രവർത്തകരാകുന്നു, ചിലർ സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുന്നു, ചിലർ വിവരാവകാശ പ്രവർത്തകരാകുന്നു, വേറെ ചിലർ മറ്റു മേഖലകളിൽ ആക്ടിവിസ്റ്റ് ആകുന്നു. എല്ലാവരെയും ഉപദ്രവിച്ചു തുടങ്ങുന്നു. നിങ്ങളാണ് കോടതിയലക്ഷ്യ പരാതികളുമായി വരുന്നത്, ചീഫ് ജസ്റ്റിസ് പരിഹസിച്ചു. അമേരിക്കയിൽ ഗവേഷണം നടത്തിവന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് അഭിജിത് ദീപ്കെ ഈ പരാമർശത്തെ ഇന്ത്യയിലെ യുവാക്കളുടെ മേലുള്ള വലിയ അവഹേളനമായി ചിത്രീകരിച്ചു. അദ്ദേഹം 2026 മെയ് 16 ഓൺലൈനായി സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന പേരിൽ പാറ്റ പാർട്ടിയുടെ സൈറ്റ് അദ്ദേഹം തുറന്നു. എല്ലാ പാറ്റകൾക്കും ഉള്ള ഇടം അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലില്ലാത്തവരും മടിയന്മാരും ഓൺലൈനിൽ സമയം ചെലവിടുന്നവരും ആവണം കൂട്ടായ്മയിൽ ചേരേണ്ടത് എന്ന് വിശദീകരിച്ചു. മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നവരുടെ കൂട്ടായ്മ. 78 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 30 ലക്ഷം പാറ്റകൾ ഫോളോവേഴ്സായി. നിരീക്ഷകർ അമ്പരന്നു. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായ ബഹുജന മുന്നേറ്റവും പ്രത്യാഘാതങ്ങളുമായിരുന്നു അവരുടെ മനസ്സിൽ. 5 ദിവസത്തിനകം 100 ലക്ഷം ഫോളോവേഴ്സായി. കോക്രോച്ച് പാർട്ടി രൂപീകരിച്ചു. ഒരാഴ്ച കൊണ്ട് 3.5 ലക്ഷം പേർ അംഗങ്ങളായി. 220 ലക്ഷം ഫോളോവേഴ്സായി. നാട് ഭരിക്കുന്ന BJP ഞെട്ടി. യുവാക്കളുടെ ലക്ഷ്യം സംബന്ധിച്ച് അവർക്കും സംശയങ്ങളായി. പാറ്റ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിനും ഉണ്ടായി വൻ സ്വീകരണം. രൂപീകരിച്ച ഒരാഴ്ചയ്ക്കകം 90,000 ഫോളോവേഴ്സായി. സർക്കാർ പ്രതികാര നടപടികളായി. ജൂൺ 21 എക്സ് അക്കൗണ്ടിന് വിലക്കായി. 26 അഭിജിത്ത് വിലക്കിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ജൂലൈ 7 വിലക്ക് നീക്കപ്പെട്ടു. മെയ് 16 സംഗതി പാളിയെന്ന് മനസ്സിലായ ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചു. വ്യാജ നിയമവിരുദ്ധം നേടിയവരെ ഉദ്ദേശിച്ചാണ് താൻ പറഞ്ഞത്. ഭാരതത്തിലെ യുവാക്കളെ ആകെ ഉദ്ദേശിച്ചല്ല. അഭിജിത്ത് സമ്മതിച്ചില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാരതീയന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാകേണ്ട ചീഫ് ജസ്റ്റിസിൽ നിന്നും ഉണ്ടായ ഈ പരാമർശം നിശ്ചയമായും ഒരു നിന്ദനമാണെന്ന് ഒരിക്കൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനായിരുന്ന അഭിജിത്ത് പറഞ്ഞു. പിന്നാലെ ഇന്ത്യയിൽ യുവാക്കൾക്ക് വലിയ തിരിച്ചടികളുടെ നാളുകളായി. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷ താറുമാറായി. പാറ്റകൾ പ്രതികരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. പാറ്റകൾ സമരം പ്രഖ്യാപിച്ചു. ജന്തർ മന്ദറിലെ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ജൂൺ 6 അഭിജിത് ദീപ്കെ ബോസ്റ്റണിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അവർ സമരം തുടങ്ങി. സർക്കാർ മൈൻഡ് ചെയ്തില്ല. ജൂൺ 20 ജന്തർ മന്ദറിൽ പാറ്റകൾ സമരം തുടങ്ങി. സ്വയം കെട്ടടങ്ങും എന്നാവണം സർക്കാർ കരുതിയത്. സമരം അനുദിനം ശക്തിപ്പെട്ടു. വാങ്ചുക്, പ്രശാന്ത് ഭൂഷൺ, അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി തുടങ്ങിയവർ സമരത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കുവാൻ യുവാക്കൾ ഡൽഹിയിലെത്തി. സമരക്കാർക്ക് ഭക്ഷണം പോലും നാടിന്റെ പല ഭാഗത്തുള്ളവർ എത്തിച്ചു കൊടുത്തു. സമരക്കാർക്ക് ഓൺലൈൻ വഴി ഭക്ഷണവും സഹായങ്ങളും എത്തിക്കുകയായി. രാജ്യമെങ്ങു നിന്നുമുള്ള യുവാക്കൾ ജന്തർ മന്ദറിൽ എത്തുന്നു. ഭാരതത്തിലെ യുവശക്തിയുടെ നൈസർഗികമായ സമാഹരണം നടക്കുന്നതിന്റെ അടയാളങ്ങൾ വ്യക്തമായി. ഡൽഹിക്ക് പുറമെ മറ്റു വൻ നഗരങ്ങളിലും പാറ്റകൾ പ്രകടനം നടത്തി. ജൂൺ 28 ലഡാക്കിൽ നിന്നുള്ള സോനം വാങ്ചുക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചു. സമരക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കി. 2011 അഴിമതി വിരുദ്ധ സമരത്തിന്റെയും 2021 കർഷക സമരത്തിന്റെയും ഓർമ്മ ഉയരുകയായി. കർഷകരെ ഖാലിസ്ഥാനികളെന്നും പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തെ മുസ്ലിം കലാപമെന്നും സർവകലാശാല സമരങ്ങൾക്ക് പിന്നിൽ അർബൻ നക്സലുകളെന്നും ചാപ്പ കുത്തുന്നത് ഇത്തവണ നടക്കില്ലെന്നും മനസ്സിലായി. എങ്കിലും പാർലമെന്റിൽ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു,
പാകിസ്ഥാന്റെയും ജോർജ് സോറസിന്റെയും ആൾക്കാരാണ് സമരം ചെയ്യുന്നത്. പാറ്റ പാർട്ടിയെ പിന്താങ്ങുന്നത് പാകിസ്ഥാനികളാണെന്ന ആക്ഷേപത്തെ രേഖകൾ ഉപയോഗിച്ച് തന്നെ അഭിജിത്ത് നേരിട്ടു. ഫോളോ ചെയ്യുന്നവരിൽ 94% ഇന്ത്യക്കാരാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇവിടെ യുവാക്കൾ ഉയർത്തുന്നത് എല്ലാ യുവാക്കളുടെയും വിഷയമാണ്. നീതിപീഠവും മാധ്യമങ്ങളും പാർലമെന്റും അടക്കം എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും വ്യവസ്ഥിതിയാൽ കൈയടക്കപ്പെട്ട കാലമാണെന്ന തിരിച്ചറിവിലൂടെ നിരാശരായ യുവാക്കൾ സംഘടിക്കുകയാണ്. പാറ്റകളെന്ന് വിളിക്കപ്പെടുന്നതിൽ അവർക്ക് ലജ്ജയില്ല. ഭാരതത്തിലെ യുവരോക്ഷത്തെ പോരാട്ട പദത്തിൽ എത്തിക്കുവാൻ വ്യവസ്ഥാപിത പ്രതിപക്ഷം അശക്തമാണ് എന്ന തിരിച്ചറിവും യുവാക്കളെ പോരാട്ടത്തിന് സജ്ജമാക്കുന്നതായി. ഒരു മാസമായി ജന്തർ മന്ദിറിൽ സഹന സമരം നടന്നു. സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അപകടമാണെന്ന് സർക്കാരിന് മനസ്സിലായി. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ്, ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രതിഷേധത്തിന്റെ ധ്വനികൾ ഉയരുമെന്ന് BJPയുടെ അണിയറക്കാർക്ക് മനസ്സിലായി. ജൂലൈ 20-ന് പോലീസിന്റെ നിരോധനാജ്ഞ ലംഘിച്ച് ആയിരക്കണക്കിന് യുവാക്കൾ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കാനെത്തി. പാറ്റകൾ പാർലമെന്റിൽ എത്താതിരിക്കുവാൻ പോലീസ് അവർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. ധാരാളം സമരക്കാർക്ക് പരിക്കേറ്റു. 12-കാരിയുടെ തല അടിച്ചു തകർത്തു. ആ കുട്ടി വെന്റിലേറ്ററിൽ കഴിയുന്നു. പോലീസ് സമരപ്പന്തലുകൾ നശിപ്പിച്ചു. പക്ഷേ സമരക്കാർ പുതിയ പന്തലുകൾ ഉണ്ടാക്കി. ജന്തർ മന്ദിറിലെ പോലീസ് അതിക്രമങ്ങളുടെ വീഡിയോയുമായി സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകനോട് ദൃശ്യങ്ങൾ കാണുവാൻ തങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നും അതിന് സമയം കളയാനില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ പോലീസ് മർദ്ദനം നടക്കുന്നുവെന്നും സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. കോടതിയുടെയും അഭിഭാഷകന്റെയും സമയം പാഴാക്കരുതെന്ന് സുപ്രീം കോടതി പ്രതികരിച്ചു. സുപ്രീം കോടതി അഭിഭാഷകനായ നരേന്ദ്ര മിശ്രയാണ് ജൂലൈ 22-ന് ഈ അപേക്ഷയുമായി കോടതിയിൽ എത്തിയത്. ജൂലൈ 18-ന് പോലീസ് വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് നടപടിയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപലപിച്ചു. ജൂലൈ 20-ന് 1,00,000-ലധികം പാറ്റകൾ പാർലമെന്റ് മാർച്ചിനായി ജന്തർ മന്ദിറിൽ എത്തി. പാറ്റകളുടെ പ്രതിനിധികൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ട് 3 ആവശ്യങ്ങൾ ഉന്നയിച്ചു. വാങ്ചുക്കിനെ മോചിപ്പിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, നീറ്റ് പരീക്ഷയിലെ അപാകതകളുടെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഓരോ കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുക എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. പ്രകടനക്കാർക്ക് നേരെ ക്രൂരമായ ലാത്തിച്ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും നടന്നു. പാറ്റകളുടെ കണക്കനുസരിച്ച് 150 സമരക്കാർക്ക് പരിക്കേറ്റു. സർക്കാർ ആകെ ഭയത്തിലാണ്. ഇന്തോ അമേരിക്കൻ വ്യാപാര കരാറിനെതിരെ കർഷകർ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന മഹാകിസാൻ പഞ്ചായത്തിനുള്ള ദേശ് ബച്ചാവോ മോർച്ചയുടെ നേതൃത്വത്തിലെ സമരം വരെ പോലീസ് ഡൽഹിയുടെ അതിർത്തിയിൽ തടഞ്ഞു. യുവാക്കളുടെ സമരം ശക്തമാകുന്നത് കണ്ട കോൺഗ്രസ് ജൂലൈ 21-ന് സമരം ഏറ്റെടുത്തു. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സർക്കാർ കൂട്ടാക്കിയില്ല. ഇന്ത്യൻ യുവാക്കളുടെ ഭാവി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പാർലമെന്റ് എന്തിന്? രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കറോട് ചോദിച്ചു. കോൺഗ്രസ് വലിയ സമരം ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. കോക്രോച്ച് പാർട്ടി പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും ഡൽഹിയിലെ അതീവ സുരക്ഷാ മേഖലയായ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അവർ സമരം നടത്തി. കോൺഗ്രസ് നീക്കം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് മണത്തറിയാനായില്ല എന്നത് തന്നെ സർക്കാരിന് വലിയ തിരിച്ചടിയായി. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം എല്ലാ MP-മാരെയും മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചു. എല്ലാവരും എത്തി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും DK ശിവകുമാറും VD സതീശനും എല്ലാം എത്തി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും എത്തി. അവർ കാര്യമായ തടസ്സമില്ലാതെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ കവാടത്തിലേക്ക് നീങ്ങി. സമരം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി ഓടിയെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചു. പക്ഷേ രാഹുലിന് അത് മതിയാകുമായിരുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. 3.5 മണിക്കൂർ നേരം സമരം നടന്നു. അവസാനം പോലീസ് ബലം പ്രയോഗിച്ച് സമരക്കാരെ നീക്കി. പോലീസ് ബലപ്രയോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് ചവിട്ടേറ്റു. മൂക്കിൽ നിന്നും ചോര വാർന്നു. പ്രിയങ്കയ്ക്കു നേരെയും ബലപ്രയോഗം ഉണ്ടായി. വൈകുന്നേരം 6:30-യോടെ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് 9:30-യോടെ വിട്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും 3.5 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞു. ജൂലൈ 22-ന് ഇന്ത്യ മുന്നണി സമ്മേളിച്ച് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. രാഹുൽ മാധ്യമപ്രവർത്തകരെ കണ്ടു. മുംബൈയിൽ നിന്നും ഉദ്ധവ് താക്കറെ ജന്തർ മന്ദിറിലെത്തി. പാർട്ടികളുടെ സമരത്തിന് പിന്തുണ കൂടി.
10 വർഷത്തിനിടയിൽ 152 ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി. രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ആരും ശിക്ഷിക്കപ്പെട്ടില്ല. പ്രധാനമന്ത്രി ഇന്ത്യയിലെ യുവാക്കളോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമിത്ഷായും രാജിവെക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തേ ഞങ്ങളുടെ കാര്യം മാത്രം പറയുന്നു? കോൺഗ്രസും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചോദ്യക്കടലാസ് ചോർച്ചയുടെ കാര്യം പറയുന്നില്ല. വൈകുന്നേരം BJP മുൻ അധ്യക്ഷൻ JP നദ്ദ തിരിച്ചടിച്ചു. 5 വർഷത്തിനിടയിൽ 3 തവണ നീറ്റ് ചോദ്യക്കടലാസ് ചോർന്നു. BJP നേതാവായിരുന്ന അണ്ണൈമലെ ചൂണ്ടിക്കാട്ടി. ചോദ്യപേപ്പർ ചോർച്ചയെ വലിയ വിഷയമായി കണ്ട സർക്കാർ സാധ്യമായ എല്ലാ നടപടിയും എടുത്തതായി പ്രധാനമന്ത്രി മോദി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞു. 13 പേരെ അറസ്റ്റ് ചെയ്തു. പുനഃപരീക്ഷ വേഗം നടത്തി. ഘോരപാപമാണ് ആ തട്ടിപ്പ്, മോദി പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ വോട്ടർമാർക്ക് വിശദീകരിക്കണമെന്ന് മോദി MPമാരോട് ആവശ്യപ്പെട്ടു. അതായത് സമരം നല്ല ഫലം ഉണ്ടാക്കിയിരിക്കുന്നു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാകുമെന്ന് BJPക്കും മനസ്സിലായി. യുവശക്തിക്കുണ്ടായിരിക്കുന്ന ഈ നൈസർഗികമായ ഉണർവ് ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും വിനാശകരമായി പരിണമിക്കാം. രാഷ്ട്രീയ കാര്യങ്ങളിൽ പൊതുവെ നിസ്സംഗരായിരുന്ന യുവാക്കൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന നല്ല സൂചനയും ഈ സമരം നൽകുന്നുണ്ട്. ജന്തർ മന്ദറിലെ സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ ആക്രമണത്തെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. പിണറായിയുടെ ഇന്നത്തെ സങ്കടം മോദിക്ക് പാഠമായാൽ നല്ലത്. സമരം ചെയ്യുന്ന യുവാക്കളുടെ തല അടിച്ചുപൊട്ടിക്കുന്ന പോലീസുകാർ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അധികാരത്തിൽ ഇരുന്ന കാലത്ത് വ്യാഖ്യാനിച്ചവനാണ് പിണറായി. പക്ഷേ അദ്ദേഹത്തിന് ഡൽഹിയിലെ പോലീസ് അതിക്രമം സഹിക്കാനാവാത്ത വേദന ഉണ്ടാക്കി പോലും. ആത്മാർത്ഥത ഇല്ലാത്ത രാഷ്ട്രീയക്കാരും അവരുടെ നിലപാടുകളും ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുന്നു. നാളെ അമിത്ഷായുടെ സ്ഥാനത്ത് പിണറായി വന്നാൽ ഇതിലപ്പുറമാവില്ലേ പ്രവൃത്തി? അധികാരത്തിലിരിക്കുമ്പോൾ ഒന്നും, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നേരെ തിരിച്ചുമുള്ള നിലപാടുകൾ എടുക്കുന്നവരാണ് ഏറെ. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി കേരളം അംഗീകരിച്ചുവോ? പിണറായി സർക്കാർ തന്നെ അംഗീകരിച്ചിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ അവകാശപ്പെടുന്നു. CPM സമ്മതിക്കുന്നില്ല. 2026 ഫെബ്രുവരിയിൽ ഇവിടുത്തെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ച് ബോർഡിൽ ഉണ്ടാവേണ്ട 2 അമുസ്ലിമുകളെയും ഒരു ഷിയായെയും ഉൾപ്പെടുത്താതിരുന്നത് പുതിയ നിയമം അംഗീകരിച്ചതിന് തെളിവായി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നു. പിണറായി നിയമിച്ച വഖഫ് ബോർഡിൽ നിയമപരമായി ഉണ്ടാവേണ്ട 2 അമുസ്ലിങ്ങളും ഷിയ വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധിയും ഇല്ലാത്തതുകൊണ്ട് ബോർഡിനെ പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയാണ് വിഷയം സജീവമാക്കിയത്. കേന്ദ്ര നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൽ 2 അമുസ്ലിമുകളും ഒരു ഷിയ മുസ്ലിമും ഉണ്ടാവണം. ഇവിടെ അമുസ്ലിമുകൾ ഇല്ല, സുന്നികൾ മാത്രം. കേസിൽ കേരള സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കേന്ദ്ര നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുവാൻ പോകുന്നു എന്ന് സൂചന കൊടുത്തു. ഇത് വിവാദമായപ്പോഴാണ് പിണറായി സർക്കാരാണ് അങ്ങനെ കോടതിയെ ധരിപ്പിച്ചിരുന്നത് എന്ന വാദവുമായി സതീശൻ എത്തുന്നത്. ഓരോ സാഹചര്യത്തിലും ഇങ്ങനെ പറഞ്ഞ് സതീശൻ തല ഊരാറുണ്ട്. PM-ശ്രീയുടെ കാര്യത്തിലും ആ നിലപാടായിരുന്നു മറുവാദം. ഇതെല്ലാം ലീഗ് മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ നടക്കുന്നു എന്നത് കൗതുകകരമാണ്. കേസ് പരിഗണിച്ച ഹൈക്കോടതി നയപരമായ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ ബോർഡ് തീരുമാനമെടുക്കുന്നത് വിലക്കി. ബോർഡിലെ അംഗമായ സർക്കാർ ജോയിന്റ് സെക്രട്ടറിക്ക് അധികാരമെല്ലാം കൊടുത്തു. വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തില്ല. നയപരമായ തീരുമാനങ്ങൾ കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ എടുക്കാവൂ എന്ന് ഉപാധി വെച്ചു. ജോയിന്റ് സെക്രട്ടറിയുടെ അധികാരം മാറ്റി. ഇടതുകാർ നിയമിച്ച വഖഫ് ബോർഡിൽ കുറവുള്ള 2 അമുസ്ലിമുകളെയും ഒരു ഷിയായും ഉൾപ്പെടുത്തി വഖഫ് ബോർഡ് വിപുലീകരിക്കുകയാണ് വേണ്ടതെന്ന് സുപ്രീം കോടതിയിലെടുത്ത നിലപാട് സതീശന് സഹായമായി. എല്ലാവരും അവരവരുടെ പദവി ഉറപ്പിക്കാൻ ഓരോന്ന് പറയും. പിന്നെ വിശദീകരിച്ച് തങ്ങൾ അതാണ് പറഞ്ഞതെന്ന് സമർത്ഥിക്കാൻ നോക്കും. ഇവരാരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല എന്നതിലെത്തി കാര്യങ്ങൾ. നാടക കലാകാരനായ വിജയകുമാറിനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന ലേഖനം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് VS അച്യുതാനന്ദന്റെ സ്മരണ ദിനത്തിൽ തയ്യാറാക്കിയ ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിതരണം ചെയ്തില്ല. പാർട്ടി പത്രമാണ് ദേശാഭിമാനി. പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ അവമതി ഉണ്ടാക്കുന്ന വാർത്തകളോ
ലേഖനങ്ങളോ കൊടുക്കാനുള്ളതല്ല. അതിൽ വരുന്ന വാർത്തകളും നിരീക്ഷണങ്ങളും എല്ലാം പാർട്ടിക്ക് ഉത്തരവാദിത്തം ഉള്ളതാവും. വിഴിഞ്ഞം കച്ചവടത്തെക്കുറിച്ച് ദേശാഭിമാനിയിൽ മാത്രം വന്ന വാർത്ത വിഴിഞ്ഞം ഓഹരി കച്ചവടം സംബന്ധിച്ച് എല്ലാം പിണറായി അറിഞ്ഞു എന്നതിന് തെളിവായി മുഖ്യമന്ത്രി സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ പൊതുബോധം കൊണ്ടാണ്. പാർട്ടിക്ക് വേണ്ടത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ പത്രസ്വാതന്ത്ര്യം. ബീസിനെ കുറിച്ചുള്ള ലേഖനം വരുന്ന ദിവസം കള്ളൻ വിജയനെ കുറിച്ചുള്ള ലേഖനം കൂടി വരുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ്. KV സുധാകരന്റെ VS-നെ കുറിച്ചുള്ള മുഴങ്ങുന്നിപ്പോഴും ആ കടലെരുമ്പം എന്ന ലേഖനം 1-ാം പേജിലും ബാക്കിൽ നാടകപ്രവർത്തകൻ വിജയകുമാറിനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന ലേഖനവും അതായിരുന്നു വാരാന്ത പതിപ്പിൽ തയ്യാറാക്കപ്പെട്ടത്. അത് വേണ്ടെന്ന് മേലധികാരികൾ പറഞ്ഞിട്ടും അച്ചടിച്ചു. അങ്ങനെ വരുന്നതിൽ പാർട്ടി വിരുദ്ധത ഇല്ലെന്നാണ് വാരാന്ത്യത്തിന്റെ എഡിറ്റർ വാദിച്ചത്. വാരാന്ത്യം ഞായറാഴ്ച വിതരണം ചെയ്തില്ല. ഈ 2 ലേഖനങ്ങൾ ഒന്നിച്ച് അച്ചടിച്ചതിനെ കുറിച്ച് വാരാന്ത്യത്തിന്റെ എഡിറ്ററോട് വിശദീകരണം ചോദിച്ചു. അദ്ദേഹത്തിന്റെ മുറി പൂട്ടിയിട്ടു. പത്രസ്വാതന്ത്ര്യം ഇന്ന് പത്രത്തിന്റെ സ്വാതന്ത്ര്യമാണ്, ലേഖകന്റെ അല്ല. ഓരോരുത്തരും പത്രം നടത്തുന്നത് ഓരോ ലക്ഷ്യത്തോടെയാണ്. അതിന് വിരുദ്ധമായ ഒന്നും അതിൽ പ്രസിദ്ധീകരിക്കില്ല. എല്ലാ പത്രത്തിലും അതാണ് പത്രസ്വാതന്ത്ര്യം. ദേശാഭിമാനിയിൽ ഹിതകരമല്ലാത്തത് ഹിതകരമായ പത്രങ്ങൾ ഉണ്ട്, അവയ്ക്ക് ഹിതകരമല്ലാത്തവയും ഉണ്ട്. പത്രസ്വാതന്ത്ര്യമല്ല ദേശാഭിമാനിയിൽ എന്തോ അടിയൊഴുക്കുകൾ വേറെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേശാഭിമാനിയിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് വന്ന വാർത്ത തെറ്റിപ്പോയെന്ന് തോമസ് ഐസക് തുറന്നു പറഞ്ഞതും ചേർത്ത് വായിക്കണം. വിദേശ കമ്പനി അദാനിയുടെ ഓഹരി വാങ്ങുന്നതും അങ്ങനെ വിഴിഞ്ഞത്ത് 13,000 കോടി രൂപ കൂടി മുടക്കുന്നത് വലിയ കാര്യമായല്ലേ ദേശാഭിമാനി കൊടുത്തത്? അധികാരം പോയപ്പോൾ പാർട്ടി ലൈൻ മാറ്റിയത് ആരും അറിഞ്ഞില്ല എന്നതാവുമോ കാരണം? ജനം എല്ലാം കാണുന്നുണ്ട്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന് ജാമ്യം ലഭിക്കാൻ ഇടയായ സാഹചര്യത്തെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീൻ പോലീസിനും സർക്കാരിനും നൽകിയ മുന്നറിയിപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ ചുമതലകൾ പേറുന്ന എല്ലാവർക്കുമുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. 101 ദിവസം ഒളിവിലായിരുന്ന റാമിനെ രക്ഷിക്കാൻ പോലീസ് തലപ്പത്ത് ഗൂഢാലോചന നടന്നു എന്ന് ഹൈക്കോടതി ആരോപിച്ചു. അറസ്റ്റിന് കാരണം വ്യക്തമാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെ പ്രതിയെ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP പ്രതിയിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റിയതായി കോടതി സംശയിക്കുന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന സ്ഥിതിയാണുള്ളത്. കാശുള്ളവന് എന്തുമാകാമെന്ന ഹുങ്കാവാം. ഭരണനിർവഹണത്തിലെ പരാജയമാണിത്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനും പണക്കാരെ സഹായിക്കാനുമാണോ പോലീസ്? പോലീസ് ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ജനം കാണുന്നുണ്ട്. പ്രതി പോയിടത്തെല്ലാം പോലീസ് പിന്നാലെ പോയി. ഫുഡടിച്ചു മടങ്ങി. അവസാനം കീഴടങ്ങാൻ വന്നപ്പോൾ അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾ മനഃപൂർവ്വം ലംഘിച്ച് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കി. കേസന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ DYSPക്ക് തുടരാൻ അർഹതയില്ല എന്നും കോടതി പറഞ്ഞു. കേരളത്തിലെ പോലീസിലെ ചിലരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണമാണിത്. കോടതിയുടെ നിരീക്ഷണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഗൗരവത്തോടെ കണക്കിലെടുക്കാനാണ് ഇട. തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ സംബന്ധിച്ച വിവാദങ്ങൾ കേരളത്തിലെ BJPയെ വീണ്ടും വെട്ടിലാക്കി. ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ച ഭാരവാഹികളെ എല്ലാം നന്നായി ഒതുക്കിയെന്ന ആരോപണം ചൂടുപിടിച്ചു വരുമ്പോഴാണ് തൃശൂരിലെ BJP ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന അക്ഷയ് അവിടെ കൊണ്ടുവന്ന 25 കോടിയുടെ കള്ളപ്പണത്തെക്കുറിച്ച് ആരോപിക്കുന്നത്. സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് 17 ചാക്കുകളായി പണം കൊണ്ടുവന്നു. സംഘടനാ സെക്രട്ടറി KP സുരേഷ്, ഡ്രൈവർ രാജേഷ്, മുരളി കൊളങ്ങാടൻ എന്നിവർ ചേർന്നാണ് ഇടപാടുകൾ നടത്തിയത്. പണം കൊണ്ടുവന്ന സമയത്ത് CCTVകൾ ഓഫാക്കുവാൻ സെക്രട്ടറി സുജയ് സേനൻ തന്നോട് ആവശ്യപ്പെട്ടതായും അക്ഷയ് ആരോപിച്ചു. പോലീസ് കേസും അന്വേഷണവും ഒക്കെ വന്നേക്കാം എന്നല്ലാതെ കുറ്റം തെളിയിക്കാനോ പണം കൊണ്ടുവന്നവർ ശിക്ഷിക്കപ്പെടാനോ ഒരു സാധ്യതയുമില്ല. ആരോഗ്യമന്ത്രി K മുരളീധരൻ ആലോചിക്കാതെ എന്തെങ്കിലും പറയുന്നവനായി തോന്നിയിട്ടില്ല. മെഡിക്കൽ കോളേജുകളിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തെ വിലക്കും എന്ന മട്ടിൽ നടത്തിയ പ്രഖ്യാപനം അത്തരത്തിൽ ഉള്ളതായി. DYFIയും സേവാഭാരതിയും മാത്രമല്ല, വേറെ എത്രയോ പേർ ഏർപ്പെട്ടിരിക്കുന്ന പുണ്യപ്രവൃത്തിയാണിത്. ഉച്ചയ്ക്ക് മാത്രം കിട്ടുന്ന ഭക്ഷണം ശേഖരിച്ചു വെച്ച് അത്താഴവും അതുകൊണ്ട് കഴിക്കുന്നവർ ഉണ്ട്. ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്താൽ ഭീകര വെട്ടിപ്പാവും ഫലം. രോഗികൾക്ക് പോലും ശരിക്കും ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത സർക്കാർ കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുമോ? വാസ്തവത്തിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നവർക്ക് സൗകര്യം ഉണ്ടാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അവരുടെ സംഘടനയുടെ ബാനർ വയ്ക്കുന്നതും എന്തിന് തടയുന്നു? ആശുപത്രി വികസനത്തിന് ആര് തടസ്സം ഉണ്ടാക്കിയാലും സമ്മതിക്കരുത്.
സൗജന്യ ഭക്ഷണ വിതരണവും ആശുപത്രി വികസനത്തിന്റെ ഭാഗമല്ലേ? കുംഭമേള വൈറൽ സുന്ദരിക്ക് കേരളം ഒളിച്ചു താമസിക്കാനുള്ള ഇടമായി മാറുന്നു. അവർ എവിടെ താമസിക്കുന്നു എന്ന് കേരള പോലീസിന് പോലും അറിയില്ല. അത്ര രഹസ്യമായി എല്ലാം നടത്തുന്നു. എന്നാലും ഒരു മുൻകരുതൽ പോലെ കോടതി സംരക്ഷണം ചോദിക്കുന്നു. അവരുടെ അറസ്റ്റ് കേരള ഹൈക്കോടതി വിലക്കി. ഇതെല്ലാമാണ് ഇന്നത്തെ കേരള സ്റ്റോറികൾ. ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.